ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വാഴപ്പൂ വെച്ചുള്ള തോരനാണ് കേട്ടോ. അപ്പം നമുക്ക് പയർ വർഗ്ഗങ്ങളൊന്നും ചേർക്കാതെ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായി ആദ്യം തന്നെ വാഴപ്പൂവ്, വാഴക്കുടപ്പൻ എന്നൊക്കെ പറയും, അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക. തൊലി മീൻസ് അതിൻ്റെ പോള, അത് നന്നായി അടർന്ന് നിൽക്കുന്ന ഭാഗം കളഞ്ഞിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ. അപ്പം നന്നായി അത് ചെറുതായി ഒന്ന് കൊത്തി അരിഞ്ഞ് എടുക്കാം കേട്ടോ. അത് അരിഞ്ഞ് വെച്ചതിന് ശേഷം അതിലേക്ക് അതിൻ്റെ കറ കളയണം. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നന്നായി കൈവച്ച് മിക്സാക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ കറയൊക്കെ പോയിട്ടുണ്ടാവും. ചിലരത് വെള്ളത്തിലിട്ട് കഴുകി എടുക്കുകയും ചെയ്യുക, അതും തെറ്റില്ല. പകരം നമുക്ക് എങ്ങനെയായാലും ചെയ്യാം. ആ നേരം കൊണ്ട് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ശരിയാക്കാം. 2 മീഡിയം സൈസ് സവോള, 2 പച്ചമുളക്, ചതച്ച് വെച്ച മുളക് 2 ടീസ്പൂൺ, കുറച്ച് ചെറുള്ളി, വെളുത്തുള്ളി 4 അല്ലി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവയും വേണം ഇതിന് താളിക്കാനായിട്ട്. കുറച്ച് കടുകും വേണം. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി വേണം കേട്ടോ. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ രുചികരം. നാടൻ വിഭവങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്ക് ഒരല്പം കടുക്, 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർക്കുക. അതൊന്ന് മിക്സാക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഭയങ്കര ബ്രൗൺ കളർ ആവണ വരെ ഒന്നും ചെയ്യണ്ട. അതിന് ശേഷം 2 പച്ചമുളക് അരിഞ്ഞത് ചേർക്കുക. അതിന് ശേഷം കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ 2 മീഡിയം സൈസുള്ള സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് സമയം വെച്ച് വഴറ്റി എടുക്കുക. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചതച്ച മുളക് ചേർക്കുക. എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എരിവ് കൂടുതലുള്ള മുളകാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വേവിക്കാം. ഇപ്പോൾ സവോളയൊക്കെ ഒന്ന് വാടി സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച വാഴപ്പൂവ് കുടപ്പൻ ചേർത്ത് കൊടുക്കുക. അതും നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നന്നായി ഒന്ന് മിക്സാക്കി ഒരു 5 മിനിറ്റ് നന്നായി മിക്സാക്കി അടച്ച് മൂടി വേവിക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് പയറുവർഗ്ഗങ്ങൾ ചേർക്കാത്തത് കൊണ്ട് തേങ്ങ, ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായി മിക്സാക്കി എടുക്കുക. ഈ സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൽ ചേർക്കാം കേട്ടോ. ഞാനിവിടെ കാണിക്കണില്ല, തേങ്ങയും മഞ്ഞൾപ്പൊടിയും കടുകൊന്നും കാണിച്ചിട്ടില്ല, ആവശ്യാനുസരണം എടുത്തതാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നന്നായി മിക്സാക്കി എടുക്കുക. ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറക്കരുത്. കറിക്ക് കുറച്ച് കളറ് കിട്ടാനും ടേസ്റ്റ് ഉണ്ടാവാനും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം കേട്ടോ, ഒരു 5 മിനിറ്റും കൂടി. അപ്പോൾ ഇതവിടെ
വാഴപ്പൂ തോരൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.